അടക്കമുള്ള സാധാത്തുക്കൾ, സമസ്ത കേന്ദ്ര മഷാവറാംഗം, ബഹുമാനപ്പെട്ട ഉസ്മാൻ ഫൈസി, മറ്റ് പണ്ഡിതന്മാരും, ഇവിടെ ഒരുമിച്ച് കൂടിയ മഹത്വപ്രദമായ നമ്മുടെ നേതൃത്വം നൽകുന്ന ഉമറാക്കൾ, ഈ വേദിയിലുള്ള പണ്ഡിതന്മാർ, പണ്ഡിത വിദ്യാർത്ഥികൾ, മറ്റ് പ്രമുഖ വ്യക്തിത്വങ്ങൾ, ബഹുമാനമുള്ളവർ, വളരെ പുണ്യമായ ഒരു സദസ്സിലാണ് നമ്മളിവിടെ ഒരുമിച്ചുകൂടിയിട്ടുള്ളത്. അത് നമ്മളൊക്കെ മനസ്സിലാക്കിയതാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഈ മാസം, ആ മാസത്തിൽ നബിയോടുള്ള മഹബത്ത്, ആ മഹബത്തിൻ്റെ പ്രകടനങ്ങളാണ് ഈ നടത്തിക്കൊണ്ടിരിക്കുന്നതൊക്കെ. അപ്പോൾ ആഭാസകരമല്ലാത്ത രീതിയിലാവണം നമ്മൾ ഈ വിശുദ്ധമാവുന്ന ദിവസങ്ങളെ ആദരിക്കേണ്ടതും ബഹുമാനിക്കേണ്ടതും. അങ്ങനെയാണ് നബി കൽപ്പിച്ചിട്ടുള്ളത്. ദീനിൻ്റെ ഷിയാറുകളിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ഷിയാർ തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഷിയാറിനെ ബഹുമാനിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് വിശുദ്ധമാകുന്ന ശരീഅത്ത് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കുക എന്നുള്ളതാണ്. ദീനിൻ്റെ ഷിയാറുകളെ ബഹുമാനിക്കേണ്ടത് ആ ദിവസത്തിന്, അല്ലെങ്കിൽ ആ സമയത്തിന്, അല്ലെങ്കിൽ ആ സ്ഥലത്തിനൊക്കെ ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കണം. അത് നിസ്കാരമാവാം, അല്ലെങ്കിൽ നോമ്പാവാം, അല്ലെങ്കിൽ റസൂലുള്ളാഹിന്റെ മദ്ഹ് പോലത്തെ ദിക്റുകളാവാം, അതായത് മൗലിദുകളാവാം, അതല്ലെങ്കിൽ അന്നദാനം, അങ്ങനെ തുടങ്ങിയ എന്തുകൊണ്ടും ആവാം. ആ ദിവസത്തിനെ നമ്മൾ ആ സമയത്തിന് അല്ലെങ്കിൽ ആ സ്ഥലത്തിനെയൊക്കെ ആദരിക്കണം. പല നിലക്കും ആദരിക്കാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമും നടന്നു പോകുമ്പോൾ ഒരു സ്ഥലത്തെത്തിയപ്പോൾ റസൂലുള്ളാഹിനോട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, സ്വല്ലി അഹുന റക്അത്തൈൻ, നബിയെ ഇവിടുന്ന് 2 റക്അത്ത് നിസ്കരിക്കുന്നു. അത് പറഞ്ഞിട്ട് പിന്നെ ജിബ്രീൽ പറഞ്ഞത് ഹാദാ ബൈത്തുലഹമിൻ, ഇത് ബത്തുലഹം എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഫീഹി ഉലിദ ഈസ, ഇവിടെയാണ് ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പ്രസവിക്കപ്പെട്ടത്. ഈ സ്ഥലത്തിലേക്ക് ഒരു പ്രത്യേകത ആദ്യമില്ലായിരുന്നു. ഈ ബൈത്തുലഹം എന്ന് പറഞ്ഞ ഈ സ്ഥലത്തിലേക്ക് ഒരു പ്രത്യേകതയില്ല. സാധാരണ ഭൂമിയുള്ളൊരു സ്ഥലമാണ്. ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ആ സ്ഥലത്ത് വെച്ചുകൊണ്ട് പ്രസവിക്കപ്പെട്ടപ്പോൾ ആ സ്ഥലം ദീനിൻ്റെ ഷിയാറുകളിൽപ്പെട്ട ഒരു ഷിയാറായിക്കൊണ്ട് മാറി. ആ സ്ഥലത്തിനെ തഅ്ദീമ് ചെയ്യണം. അതൊരു മുഅ്മിനിക്ക് അവൻ്റെ ഹൃദയത്തിലുള്ള ഈമാനിൽ നിന്നും ഉണ്ടായി തീരേണ്ട ഒരു കാര്യമാണ് ദീനിൻ്റെ ഷിയാറുകളെ ബഹുമാനിക്കാറുണ്ട്. ആ നിലക്ക് ഈ ഷിയാറിനെ ബഹുമാനിക്കാൻ വേണ്ടിയാണ് റസൂലുള്ളാഹിനോട് പറഞ്ഞത് സ്വല്ലി അഹുന റക്അത്തൈൻ, നബിയെ തങ്ങൾ ഇവിടുന്ന് 2 റക്അത്ത് നിസ്കരിക്കുന്നു പറഞ്ഞു. പിന്നെ പറയണത് എന്താണെന്ന് പറഞ്ഞാൽ നിസ്കരിക്കാനുള്ള കാരണമാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത്. ആദാ ബൈത്തുലഹമിൻ, ഇത് ബത്തുലഹം എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഫീഹി ഉലിദ ഈസ, ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഇവിടുന്നാണ് പ്രസവിക്കപ്പെട്ടത്. അപ്പോൾ ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പ്രസവിക്കപ്പെട്ടു എന്നുള്ളതാണ് ഈ സ്ഥലത്തിൻ്റെ പ്രാധാന്യം. ഈ സ്ഥലം ഒരു ദീനിൻ്റെ ഷിയാറായിക്കൊണ്ട് അതിനെ ഗണിക്കപ്പെടാനുള്ള കാരണം എന്താ? ഈസ നബിനെ പ്രസവിക്കപ്പെട്ടത്. ആ സ്ഥലത്തിനെ തഅ്ദീമ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? സ്വല്ലി അഹുന റക്അത്തൈൻ, 2 റക്അത്ത് നിസ്കരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹാബത്ത് ചോദിച്ചു, നബിയെ വ്യാഴാഴ്ച നോമ്പ് എടുക്കാൻ പറഞ്ഞല്ലോ, വ്യാഴാഴ്ച ദിവസത്തിൻ്റെ പുണ്യം ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. എല്ലാ ദിവസവും ഒരേമാതിരിയല്ല, വ്യാഴാഴ്ചക്ക് ചില പുണ്യങ്ങളുണ്ട്, അത് ഞങ്ങൾ മനസ്സിലാക്കി. എന്നാൽ തിങ്കളാഴ്ചക്ക് എന്താണ് പുണ്യം എന്ന് ചോദിച്ചു റസൂലുള്ളാഹി. വളരെ നല്ലൊരു മറുപടിയാണ് പറഞ്ഞത്. ദാക യൗമുൻ ഉലിത്തു ഫീഹി, അന്നാണ് എൻ്റെ ജന്മദിനം, എന്നെ പ്രസവിക്കപ്പെട്ടത് അന്നാണ്. അതിൻ്റെ അർത്ഥം എന്താ? ചോദിച്ചത് തിങ്കളാഴ്ചക്കുള്ള പ്രാധാന്യമാണ് ചോദിച്ചത്. നീ മനസ്സിലാക്കി കൊടുത്തത് എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ പ്രസവിക്കപ്പെട്ടത് ഇതുപോലുള്ളൊരു തിങ്കളാഴ്ച ആയതുകൊണ്ട് ആഴ്ചയിൽ മടങ്ങി വരുന്ന ഓരോ തിങ്കളാഴ്ചയും എൻ്റെ ജന്മം കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ദിവസം എന്നുള്ള നിലയ്ക്ക് ആ ദിവസത്തെ ഞങ്ങൾ ബഹുമാനിക്കണം. ആ ബഹുമാനിക്കേണ്ട ഒരു മാർഗം റസൂലുള്ളാഹി പറഞ്ഞു കൊടുത്തു. അത് നോമ്പ് ഉണ്ടാവുക. അവർ റസൂലുള്ളാഹി അന്ന് നോമ്പ്
നോമ്പ് കൽപ്പിച്ചതുകൊണ്ട് ആ തിങ്കളാഴ്ച ദിവസത്തിലെ നോമ്പ് വയ്ക്കില്ല നമ്മൾ. ആ നോമ്പ് കൊണ്ട് ആ ദിവസത്തിൽ നമ്മൾ ബഹുമാനിക്കുകയാണ് ചെയ്തത്. മാത്രമല്ല പഴയ കാലത്തൊക്കെ എല്ലാ വീടുകളിലും, ഞങ്ങളൊക്കെ വീടുകളിൽ പണ്ടുണ്ടായിരുന്നു. അത് നമ്മൾ ചോദിച്ചപ്പോൾ ഞങ്ങൾ വലിയ ഹദർമത്ത് വന്ന ഞങ്ങളെ വലിയ പണ്ട് സെയ്ദ് ഹുസൈൻ ഇബ്നു ഹൈദുൽ ജൂഫിദീതകൾ അവർ കൊലയിലൊക്കെ നിർബന്ധമാക്കിയ ഒരു കാര്യമാണ് എല്ലാ തിങ്കളാഴ്ചയിലും മൗലിദ് തോന്നണം. അത് അവരെങ്ങനെയെന്ന് ചോദിച്ചാൽ അവിടെ ഹദർമത്തിലൊക്കെ എല്ലാ തിങ്കളാഴ്ചയും എല്ലാ തങ്ങന്മാരുടെ വീടുകളിലൊക്കെ അന്ന് മൗലിദുണ്ടായിരുന്നു. അതങ്ങനെ അക്കാദിർ വിശുദ്ധമായ പാരമ്പര്യത്തിൽ കൂടി ലഭിക്കപ്പെട്ടതാണ്. കാരണം മൗലിദ് കൊണ്ടും ആ ദിവസത്തിന് ആദരിക്കേണ്ടതാണ്. കാരണം മൗലിദ് എന്ന് പറഞ്ഞാൽ ദിക്റുകളിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ദിക്റാണ്. അങ്ങനെയാണ് ഇമാം ബുഖാരി റിവായത്ത് ചെയ്ത ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹസ്സാൻ ബിൻ സാബിത്തിനോട് പറയുന്നത്, ഹസ്സാൻ ബിൻ സാബിത്ത് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിനെ ആക്ഷേപിച്ചവർക്ക് മറുപടി പറഞ്ഞിരുന്ന വലിയ കവിയാണ്. فإن أبي ووالده وعروي لعروي محمد يقعنا. ഞാനും എൻ്റെ വാപ്പയും എൻ്റെ വാപ്പാൻ്റെ വാപ്പയൊക്കെ ഞങ്ങളെ പണി എന്താണെന്ന് ചോദിച്ചാൽ റസൂലുള്ളാഹിൻ്റെ അഭിമാനത്തിനെ ആര് പറിച്ച് ചെയ്യുന്നുണ്ടോ അതിനെ പ്രതിരോധിക്കലായിരുന്നു ഞങ്ങളെ പണി. അപ്പോൾ ഹസ്സാൻ ബിൻ സാബിത്തിനെ പോലെ പല കവികളും റസൂലുള്ളാഹിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഹസ്സാൻ ബിൻ സാബിത്തിനോട് റസൂലുള്ളാഹി പറഞ്ഞു ഉഹുജുൽ മുശ്രിക്കീൻ അല്ലെങ്കിൽ ഔഹാജിൽ മുശ്രിക്കീൻ, ഹസ്സാനെ മുശ്രിക്കീങ്ങളെ ആക്ഷേപിച്ചുകൊണ്ട് പാട്ട് പാടണം. ഇത് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ മുശ്രിക്കീങ്ങൾ റസൂലുള്ളാഹിനെ ആക്ഷേപിച്ചുകൊണ്ട് പാട്ട് പാടാൻ തുടങ്ങി. അപ്പോൾ റസൂലുള്ളാഹി ഹസ്സാനോട് പറഞ്ഞപ്പോൾ ഹസ്സാൻ റളിയല്ലാഹു തആല എന്ന് പറഞ്ഞു നബിയെ ഞാൻ പാടിക്കോളാം. അപ്പോൾ പിന്നെ റസൂലുള്ളാഹി അങ്ങനെ ആലോചിച്ച് പറഞ്ഞു, ഹസ്സാനെ നീ മുശ്രിക്കീങ്ങളെ ആക്ഷേപിക്കുമ്പോൾ അതിൽ എൻ്റെ കുടുംബത്തിനും കൂടി ആക്ഷേപിക്കൽ വരുമല്ലോ. അപ്പോൾ ഹസ്സാൻ റളിയല്ലാഹു തആല എന്ന് പറഞ്ഞു നബിയെ ഞങ്ങൾ കവികൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ നബിൻ്റെ കുടുംബത്തിലെ ആക്ഷേപിക്കൽ വരുമോ എന്ന് തന്നെ നബിൻ്റെ സംശയം. എന്നാൽ നബിൻ്റെ കുടുംബത്തിന് എനിക്ക് ഒരു പോറലോ ഏൽക്കാത്ത നിലക്ക് ഞാൻ മുശ്രിക്കീങ്ങളെ ആക്ഷേപിച്ചു കൊണ്ട് പോട്ടുള്ളൂ. അങ്ങനെ ഞങ്ങൾക്ക് കവികൾക്ക് അങ്ങനെ ചില സംഗതികൾ വണ്ണയിൽ നിന്ന് പിന്നെ നൂല് വലിക്കുന്നത് പോലെ നബിയെ തങ്ങളെയും തങ്ങളുടെ കുടുംബത്തിനെയും നമ്മൾ ഒഴിവാക്കുന്നതാണ്. അങ്ങനെ ഹൂജുൽ മുശ്രിക്കീൻ ഹസ്സാനെ മുശ്രിക്കീങ്ങളെ ആക്ഷേപിച്ച് പാട്ട് പാടുന്നു. ഹസ്സാൻ റളിയല്ലാഹു അൻഹുവിനോട് അത് പറഞ്ഞ ഉടനെ തന്നെ റസൂലുള്ളാഹി ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, ഓ ജിബ്രീൽ വണക്ക് ഹസ്സാനെ ജിബ്രീലിൻ്റെ കൂടെ ഉണ്ടാവും. ജിബ്രീൽ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താ? ഹസ്സാനെ നീ പാടുന്ന പാട്ട് ഒരു പ്രധാനപ്പെട്ട ദിക്റാണ്. ജിബ്രീൽ ഏതെങ്കിലും പാട്ട് പാടുന്നതാണല്ലോ. നമ്മൾ കല്യാണത്തിന് പാട്ട് പാടാൻ വിളിച്ചാൽ ഒരു പാട്ട് പാടാൻ പറ്റുമോ ജിബ്രീൽ? അല്ല, ആലോചിച്ച് നോക്കുക. നേരെ മറിച്ച് അവിടെ ഒരു മതേകാനാണ് പാടുന്നതിൻ്റെ ജിബ്രീൽ കൂടെ പാടും. അപ്പോൾ ഏതെങ്കിലും പാട്ട് പാടുന്ന ആളല്ല ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. അപ്പോൾ ജിബ്രീൽ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം ഹസ്സാനെ നീ പാടുന്ന പാട്ട് എന്നെ ആക്ഷേപിച്ചവർക്കുള്ള മറുപടി ആവുമ്പോൾ എൻ്റെ മതീ ചെയ്യൽ അതിൽ ഉൾക്കൊള്ളും. അപ്പോൾ എൻ്റെ മതീ ചെയ്യൽ വരുമ്പോൾ നീ പാടുന്ന പാട്ട് ഒരു സാധാരണ പാട്ടല്ല, അത് ദിക്റുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ദിക്റാണെന്നാണ് റസൂലുള്ളാഹി ഈ പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം. അതാണ് ഞാൻ പറഞ്ഞത്, മൗലിദുകളൊക്കെ ദിക്റുകളാണ്. അത് റസൂലുള്ളാഹിൻ്റെ മൗലിദാവട്ടെ, മറ്റുള്ള അമ്പിയാക്കന്മാരുടെ മൗലിദാവട്ടെ, ആ മഹാന്മാരാവുന്ന അല്ലാഹുവിൻ്റെ സാലിഹീങ്ങളാവുന്ന ഇബാദുകൾക്കുള്ള മൗലിദ്, ആരുടെ മൗലിദാണെങ്കിലും അതൊക്കെ ദിക്റ് തന്നെയാണ്. അപ്പോൾ ആ മൗലിദാവുന്ന ദിക്റുകളെ കൊണ്ടിട്ടോ അല്ലെങ്കിൽ മറ്റു പല നന്മകൾ ചെയ്തുകൊണ്ടോ ആ ദിവസത്തിന് എന്താക്കണം, ബഹുമാനിക്കണം. അതാണ് പകൽ നോമ്പൊഴുക്കും തിങ്കളാഴ്ച രാവിലെ. കാരണം തിങ്കളാഴ്ച പകൽ നോമ്പൊഴുക്കാൻ കൽപ്പിക്കപ്പെട്ടതുകൊണ്ട്. എന്നാൽ റബീഉൽ അവ്വൽ 12 നോമ്പ് പറ്റൂടെയെന്ന് വെച്ചാൽ അമ്മയോട് 12 നോമ്പൊഴുക്കാൻ റസൂലുള്ളാഹി കൽപ്പിച്ചിട്ടില്ല. പക്ഷെ റബീഉൽ അവ്വൽ 12 ജനിക്കപ്പെട്ട ദിവസമാണെന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. ദാക്കയവും ഉലിത്തു ഫീഹി എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം ഒരു തിങ്കളാഴ്ചയാണ് ഞാൻ പ്രസവിക്കപ്പെടുന്നത്. അതുപോലെ ഞാൻ പ്രസവിക്കപ്പെടുന്നത് ഒരു 12-നാണ്. പ്രബലമായ അഭിപ്രായം അങ്ങനെയല്ലേ, അത് റബീഉൽ അവ്വലുള്ള ഒരു 12-ലാണ് ഞാൻ പ്രസവിക്കപ്പെടുന്നത് എന്ന് അതിനുള്ളിൽ വന്നു. അപ്പോൾ 12-ലായതുകൊണ്ടിട്ട് ആ 12-നെ എന്താക്കണം, ബഹുമാനിക്കണം. ആ 12-നെ ഏതിനെ ബഹുമാനിക്കുന്നത് പോലെ തന്നെ ഈ തിങ്കളാഴ്ചനെ ബഹുമാനിക്കുന്നത് പോലെ തന്നെ റബീഉൽ അവ്വൽ 12 ഓരോ വർഷത്തിലും മടങ്ങി വരുന്ന റബീഉൽ അവ്വൽ 12 ആ 12-നെ എന്താക്കണം, ബഹുമാനിക്കണം. അത് എങ്ങനെ ബഹുമാനിക്കണം എന്നുള്ളത് പറഞ്ഞില്ല. ഒരു ബഹുമാനത്തിനെ പറ്റി പറഞ്ഞ തിങ്കളാഴ്ചകൾ നോമ്പ് പറ്റുള്ളൂ. മറ്റേ ബഹുമാനം എന്താവുക, അത് നോമ്പ് വെക്കണമെങ്കിൽ നോമ്പ് വെക്കാം. അതല്ലെങ്കിൽ
മറ്റുള്ള സുന്നത്താവുന്ന മറ്റുള്ള എന്തെങ്കിലും ഇബാദത്തുകളെ കൊണ്ട് ആ ദിവസത്തിന് നിന്യമാക്കാം. പക്ഷെ അന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള മൗലിദാവുന്ന ദിക്റുകൾ, ആ ദിക്റുകളെ കൊണ്ടാണ് ആ ദിവസം എന്താക്കേണ്ടത്, ബഹുമാനിക്കുന്നത്. പിന്നെ നബിദിനെ കൽപ്പിക്കാൻ നബി കൊണ്ടാടുക, നബിനെ കൽപ്പിച്ചോ എന്ന് വെച്ചാൽ ഈ പറഞ്ഞതൊക്കെ പോലെ ദാക്കയൊന്നും ഉരിത്ത് ഫീഹി എന്ന് പറഞ്ഞാൽ ഞാൻ ജനിക്കപ്പെട്ട ദിവസമാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഞാൻ ജനിക്കപ്പെട്ട ദിവസത്തിന് എന്താക്കണം? അതൊരു നിഅമത്തല്ലേ. ലഖദ് വന്ന അല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻഹും യത്ലൂ അലൈഹിം ആയാതിഹി വയുസദ്ദീഖും വയുഅല്ലിമുഹുൽ കിതാബ. അള്ളാഹു ചെയ്തു തന്ന ഏറ്റവും വലിയ നിഅമത്താണ്. റസൂലുള്ളാഹിനേക്കാൾ വലിയൊരു നിഅമത്ത് ഇവിടെ ഇല്ല. അപ്പം ആ നിഅമത്ത് എനിക്ക് ശുക്ർ ചെയ്യുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ ഒരു ബാധ്യതയാണ്. അപ്പം ആ ദിവസത്തിന് നമ്മൾ അത് റബീഉൽ അവ്വൽ 12 എല്ലാ കൊല്ലത്തിലൂടെ മടങ്ങി വരുമ്പോൾ ആ ദിവസത്തിനെ ബഹുമാനിക്കണം, ആദരിക്കണം എന്നുള്ളത് ഒരു മുഅ്മിന്റെ ഹൃദയത്തിൽ നിന്ന് അവൻ അറിയാന്നുണ്ടാവണത്. കാരണം എന്തുകൊണ്ട്? ലാ യുമിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. എല്ലാത്തിനോടുള്ള മഹബത്ത് റസൂലുള്ളാഹിനോടാവണം. കാരണം എന്തുകൊണ്ട്? ആരോടെ പിന്നെ നമ്മൾ മഹബത്ത് വെക്കുക? റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വിശുദ്ധമായ ഒരു പരമ്പരയിൽ കൂടിയാണ് സർവ്വ അമ്പിയാക്കന്മാരെയും കൊണ്ടുവരുന്നത്. വതവക്കൽ അലൽ അസീസിർ റഹീം അല്ലദീ യറാക ഹീന തഖൂമു വതഖല്ലുബക ഫിസ്സാജിദീൻ. നബിയുടെ ആ വിശുദ്ധമായ പരമ്പരയെ പറ്റിയാണ് അത് രേഖപ്പെടുത്തുന്നത്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിന്റെ തഫ്സീർ അനുസരിച്ച് വതഖല്ലുബക ഫിസ്സാജിദീൻ എന്ന് പറഞ്ഞാൽ സുജൂദ് ചെയ്യുന്നതായ മുവഹിദീങ്ങളാവുന്ന വിശുദ്ധന്മാരാവുന്ന പിതാക്കന്മാർ, ആ പിതാക്കന്മാർക്കുള്ള മുതുവിൽ കൂടിയാണ് നബിയെ തങ്ങൾ മാറി മാറി വന്നതെന്നാണ്. അതിൻ്റെ അർത്ഥം എന്താ? നബിയുടെ പിതാക്കന്മാർ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതൊരു നബിയാണെങ്കിലും ആ നബിനെ അല്ലാഹു നുബുവത്തുന്നത് നമുക്കറിയാലോ. അത് നമ്മൾ അധ്വാനിച്ചിട്ടൊരു നബി ആകാനും വേണ്ടിയില്ല. നാലുപത്ത് വൈകുന്നേരം ഒരാൾ പോയി തമസീൽ നോക്കാം, നബിയാവില്ല. റസൂലുള്ളാഹിന്റെ ശേഷം നബിക്കോട് ആവശ്യമില്ല. കാരണം റസൂലുള്ളാഹിനോട് കൂടെ ആ ശൃംഖല അല്ലാഹു അവസാനിച്ചു. കാരണം ഒരു ശരീഅത്തിനെ അവതരിപ്പിക്കപ്പെടാനാണ് നബിമാർ വരേണ്ടത്. അത് മുൻകഴിഞ്ഞ കാലഘട്ടത്തിലൊക്കെ ആ കാലഘട്ടത്തിനോട് പ്രായോഗികമാവുന്ന ശരീഅത്തുകൾ അല്ലാഹു ഇവിടെ അവതരിപ്പിച്ചു. അതിനുശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് തമ്മത്ത് കലിമത്തു റബ്ബിക സിദ്ഖൻ വ അദ്ലാന, വളരെ താമാവുന്നതായ ഒരു ശരീഅത്ത് അതാണ് നബിയെ തങ്ങൾക്ക് നൽകിയത്. അതിന് ഒരു നിലക്കുള്ള പൂർണ്ണതക്കുറവുമില്ല. മറ്റൊന്ന് അത് വളരെ സത്യമാവുന്ന ശരീഅത്താണ്, വളരെ നീതിപൂർവ്വമുള്ള ശരീഅത്തുമാണ്. ആ ശരീഅത്ത് ഇവിടെ കാലികമായ ശരീഅത്താണ്. ഖിയാമത്ത് നാൾ വരെ ആ ശരീഅത്ത് നിലനിൽക്കണം. അതിൽ പ്രവാചകൻ കൂടി ഇവിടെ അവതരിപ്പിക്കപ്പെടണം. ആ പ്രവാചകനിൽ അവതരിപ്പിക്കപ്പെട്ടതിന് ശേഷം പിന്നീട് ആ ശരീഅത്തിനെ ഇവിടെ ആവർത്തിക്കപ്പെടാൻ വേണ്ടി പ്രവാചകന്മാരോട് ആവശ്യമില്ല. അതാണ് യസ്റുഫീക്കും ഈസ ഇറങ്ങി വരും, ഈസ നബി ഇറങ്ങി വരുന്നതെന്ന് അതിനർത്ഥം. ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം പുതിയ ശരീഅത്തായിട്ട് വരുന്നതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീഅത്തിന്റെ പ്രചാരകനായിക്കൊണ്ട് ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം വരുന്നതാണ്. അല്ലാതെ വരുന്നത് അധികമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. യസ്റുഫീക്കും ഈസ എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നജറാനിൽ ക്രിസ്ത്യാനികൾ വന്നപ്പോൾ അവരോട് പറഞ്ഞു, യസ്റുഫീക്കും ഈസ നിങ്ങൾക്ക് ഇറക്കി വരും. നിങ്ങൾ ഈ ചെയ്യുന്ന പണികളുണ്ടല്ലോ, ഒന്നിനെ തച്ചുകൊല്ലു മുമ്പ് അതിന് പിന്നെ കുരിശിനെ തച്ചുകൊടുക്കും എന്നൊക്കെ അവരോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർ നന്നാക്കാൻ വേണ്ടിയാണ് വരേണ്ടത്. അതോടുകൂടെ റസൂലുള്ളാഹിന്റെ ഈ ശരീഅത്തുമായിട്ടാണ്, ഈ ശരീഅത്തിന്റെ അതിനെ ഒരു പ്രചാരകനായിട്ടാണ് ഈസ നബി വരേണ്ടത്. അല്ലാതെ നബി ആയിട്ടല്ല ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം വരേണ്ടത്. ഒരു പുതിയ ശരീഅത്തായിട്ടല്ല വരേണ്ടത്, ശരീഅത്തായിട്ട് വരേണ്ട ആവശ്യപ്പെടേണ്ടത്. അത് ആ നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടെ ഈ രൂപത്തിന് അല്ലാഹു അവസാനിപ്പിച്ചു. അപ്പം നബിൻ്റെ ശേഷം ആ നബി വരേണ്ട ആവശ്യപ്പെടില്ല. പിന്നെ എന്താന്ന് ചോദിച്ചാൽ രൂപത്ത് നമുക്ക് അങ്ങനെ സമ്പാദിക്കാൻ കഴിയില്ല, അധ്വാനിച്ചുകൊണ്ട് വിലായത്ത് പോലെ. വിലായത്ത് വഹബിയത്തായ നൽകി ലഭിക്കപ്പെടും, കസബിയത്തായ നൽകി ലഭിക്കപ്പെടും. ചില വലിയാക്കന്മാർക്ക് ഒരുപാട് ജാത വിലായത്തുണ്ടാവും കൊടുത്തത്, പ്രസവിക്കപ്പെടുന്നതിന് വലിയായിട്ട്. ചിലർക്ക് കുറച്ച് അധ്വാനിക്കേണ്ടി വരും. അത് വിലായത്തിൻ്റെ സ്വഭാവം അങ്ങനെ, രൂപത്ത് അങ്ങനെയല്ല. പക്ഷെ രൂപത്തിലേക്ക് പ്രത്യേകം പോകുന്ന ചില മാനദണ്ഡങ്ങൾ അഭാവം നിശ്ചയിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് അവരെ പിതാക്കന്മാർ വിശുദ്ധന്മാരാവണം. വിശുദ്ധന്മാരാവുന്ന പിതാക്കന്മാരിൽ കൂടിയ അമ്പിയാക്കന്മാർ വിരോധം. കാരണം എന്തുകൊണ്ട്? ഒരു ഈ രൂപത്തിന് നൽകപ്പെടുന്നത് ആർക്കല്ലാതെ എല്ലാ നിലക്കുള്ള സ്വഭാവ ഗുണങ്ങളിലും എല്ലാ നിലക്കുള്ള സ്വഭാവ ഗുണങ്ങളിലും പൂർണ്ണത എത്തിയ ആളുകൾക്ക് മാത്രമേ അല്ലാഹു രൂപത്തിന് കൊടുക്കൂ. അപ്പം അവരുടെ സ്വഭാവങ്ങൾ എന്താവണമെന്ന് അറിയോ? പരമ്പരാഗതമായി ലഭിക്കപ്പെടുന്ന സ്വഭാവങ്ങൾ അത് വിശുദ്ധമാവുന്ന സ്വഭാവങ്ങളാവണം. അതിനാണ് വിശുദ്ധമാവുന്ന കുടുംബത്തിലേക്ക് തിരഞ്ഞെടുക്കുന്നത്.
വിശുദ്ധമല്ലാത്ത കുടുംബം ഖിയാറുക്കും ഫിൽ ജാഹിലിയ്യ ഖിയാറുക്കും ഫിൽ ഇസ്ലാം റസൂൽ പറഞ്ഞല്ലോ. ജാഹിലിയ്യത്തിൽ ഉന്നതമാവുന്ന കുടുംബം സ്വഭാവ ഗുണങ്ങളുള്ള ആളുകളുണ്ടാവും. അതാണ് കുടുംബത്തിന്റെ മഹിമയാണ്. അത് ഏത് ജാതിയിലും ഉണ്ടാവും. അങ്ങനത്തെ ആളുകൾ ഇസ്ലാമിക്ക് വന്നാലും ആ ഉന്നതമാവുന്ന കുടുംബ സ്വഭാവങ്ങൾ നിലനിർത്തും. അപ്പൊ അമ്പിയാക്കന്മാര് എന്ന് പറഞ്ഞാൽ അവർ ജനങ്ങൾക്ക് യഹൂദാന്നല്ലേ, അവരിവിടെ ജനങ്ങൾക്ക് പിന്നെ പിൻപറ്റപ്പെടാൻ പറ്റേണ്ടതായ ആളുകളായിട്ടാണ് അവരെ റസൂലുള്ളാഹിനെ പറ്റി തന്നെ പറഞ്ഞല്ലോ, മാനയില്ല ബശറും, ഞാൻ നിങ്ങൾക്ക് പിൻപറ്റപ്പെടാൻ പറ്റുന്നതായ നിങ്ങൾക്ക് മാതൃകയാക്കാൻ പറ്റിയ ഒരാളാണ് ഞാൻ എന്നാണ് റസൂൽ പറഞ്ഞത്. ഞാൻ നിങ്ങൾക്ക് മാതൃകയാക്കുമ്പോൾ നിങ്ങൾക്കൊരു മാതൃക ആക്കപ്പെടാൻ പറ്റുന്ന ഒരാളാണ് ഞാൻ. കാരണം എന്തുകൊണ്ട് യുഹായിലയ്യ മാതൃകയാക്കപ്പെടാൻ ആരെ പറ്റുള്ളൂ? വഴി നൽകപ്പെടുന്ന ആളുകളെ പറ്റുള്ളൂ. വഴി എന്നിലേക്ക് നൽകപ്പെടുന്നുണ്ട്. വഴി നൽകപ്പെടുന്നുണ്ടെങ്കിൽ അതിന് ചില പ്രത്യേകമാവുന്നതായ അടിസ്ഥാന സ്വഭാവ ഗുണങ്ങളുണ്ട്. ആ ഗുണങ്ങളാണ് ഉയർന്ന പരമ്പരയിൽ കൂടി വരിക. അതാണ് ഇബ്നു അബ്ബാസ് തങ്ങൾ രേഖപ്പെടുത്തിയത്. സുജൂദ് ചെയ്യുന്ന പിതാക്കന്മാരിൽ കൂടിയാണല്ലോ നബിയെ തങ്ങളെ സൃഷ്ടിക്കപ്പെടുന്ന ആ നുത്ഫത്ത് മാറി മാറി വന്നത്. അങ്ങനത്തെ വിശുദ്ധമായ കുടുംബത്തിൽ മാത്രമേ അമ്പിയാക്കന്മാർ വരുള്ളൂ. അതിനുവേണ്ടി അള്ളാഹു പ്രത്യേകം ഇസ്തിഗ്ഫാർ ചെയ്തവരാണ് അമ്പിയാക്കന്മാർ. അവർക്ക് അള്ളാഹു മറ്റു പല സ്വഭാവ ഗുണങ്ങളും ചില പ്രത്യേകതകളും അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. അതാണ് അവര് അവരുടെ ആ വിശുദ്ധമാവുന്നതായ പിന്നെ ആ പദവിനോട് യോജിക്കാത്ത ഒരു പ്രവൃത്തിയും ഒരു വാക്കും ഒന്നും അവരിൽ ഉണ്ടാകാൻ പാടില്ല. സർവ്വ അമ്പിയാക്കന്മാർ ഇതാണ് അമ്പിയാക്കന്മാർ മഅ്സൂമികളാണെന്ന് നമ്മൾ വിശ്വസിക്കണം. അത് മഹാനാവുന്ന ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞതൊക്കെ അനുസരിച്ച് അവർ മഅ്സൂമൂന എല്ലാ നിലക്കുള്ളതായ കബീറത്തിനെ തൊട്ടും സഗീറത്തിനെ തൊട്ടും ഒക്കെ മഅ്സൂമികളാണ്. ഒരു സഹോദരൻ മറന്നുകൊണ്ടും അവരിൽ നിന്ന് ഒരു തെറ്റ് സംഭവിക്കുന്നത് തന്നെ അസഹായ അഭിപ്രായപ്രകാരം മഹത്തീകളാവുന്ന അയിമത്തിന്റെ പക്ഷം അതാണ്. മഹാനാവുന്ന ശേഖരൻ തന്നെ ഈ സ്ഥലം ഓതുമ്പോൾ മുപ്പത് അവിടെ ഒരു സെഹ്വത്ത് പറഞ്ഞിടത്തൊന്ന് എടുക്കണം, ഒരു കബുലനുഭവത്തി അസഹീന്ന് പറഞ്ഞിടത്തൊന്ന് എടുക്കണം. ഇബ്നു ഹജർ തങ്ങളെ പേര് ആ തൊഴഫീലായിട്ട് നടക്കിയെടുത്തിട്ട് പിന്നെ ഇബ്നു ഹജർ തങ്ങളെ പേര് എഴുതിയിടത്തൊന്ന് എടുത്തു കൊടുത്തു. എന്നിട്ട് പറയും ഇബ്നു ഹജർ തങ്ങൾ നിങ്ങൾക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ പറയാൻ കഴിയുള്ളൂ. അപ്പം നുബുവത്തിന്റെ മുമ്പാണെങ്കിൽ സഹീറത്തും ഉണ്ടാവില്ല, നുബുവത്തിന് ശേഷം ഉണ്ടാവില്ല, നുബുവത്തിന് മുമ്പും ഉണ്ടാവില്ല, കബീറത്തും ഉണ്ടാവില്ല, സഹീറത്തും ഉണ്ടാവില്ല, മറന്നുകൊണ്ടും ഉണ്ടാവില്ല. അങ്ങനെ ഒരു നബിമാരേക്കൊന്നും ഉണ്ടായിട്ടില്ല. ആദ്യ നബിയിലേക്കൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല. ഉണ്ടായത് വേറെ ചില സംഭവങ്ങൾ അതിൻ്റെ വ്യാഖ്യാനത്തിൽ വന്നതായ ചില സംഗതികളാണ്. അത് ഞാൻ പിന്നെ പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സർവ്വ അമ്പിയാക്കന്മാർക്കും നുബുവത്ത് നൽകപ്പെടുന്നുണ്ടെങ്കിൽ നുബുവത്ത് നൽകപ്പെടുന്നവർക്ക് പ്രത്യേകമാവുന്ന സ്വഭാവ ഗുണങ്ങൾ പരമ്പരാഗതമായി ഉണ്ടാവുന്ന സ്വഭാവങ്ങൾ വിശുദ്ധമായ സ്വഭാവങ്ങളാവണം. അതല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് അബൂ ത്വാലിബ് എന്നവരും അബ്ദുൽ മുത്തലിബ് എന്നവരും പറഞ്ഞു, ചെറുപ്രായത്തിൽ കുട്ടികളെ കൂടെ കൂടിക്കൊണ്ടുള്ള കളി ഞങ്ങൾ മുമ്പരിക്കുന്നത് കണ്ടിരുന്നു. എന്തെങ്കിലും നിലക്കുള്ളതായ പൊള്ളുവരുന്ന സ്വഭാവം റസൂലുള്ളാഹി ഉണ്ടായിട്ടില്ല. ഔറത്തിനെ തുറന്നുള്ളതായ ഒരു സ്വഭാവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ഉണ്ടായിട്ടില്ല. അങ്ങനെ മാന്യന്മാർക്ക് ഉണ്ടാവേണ്ടതായ ചില സ്വഭാവ ഗുണങ്ങൾ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അത് മാന്യമായ കുടുംബത്തിൽ കൂടി വരണം, അപ്പോഴേ ഉണ്ടാവുള്ളൂ. അങ്ങനല്ലേ അവൻ നിന്നത് ഓൻ പറയും, ഞാൻ നിന്നത് ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞില്ലേ. അവ ഓരോരുത്തർ തിന്നതനുസരിച്ചാണ് ഈ ഘടം. ചിലപ്പോൾ നായരും അല്ല പിന്നെ ഈ സാഹിബും ഒരു ഭാഗമെടുത്തെല്ലാം കൂടി ചീത്ത വരാൻ തുടങ്ങിയത്. അപ്പം പട്ടിയതായി എന്നൊക്കെ പറഞ്ഞു, മറ്റേ ആപ്പിള് കുത്തിരി എന്നൊക്കെ പറഞ്ഞു. അപ്പം എന്താ കണക്കാ ചീത്ത അവൻ നിന്നത് അവൻ പറഞ്ഞു, ഞാൻ നിന്നത് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞല്ലോ. അപ്പം നമ്മൾ മാന്യമായ കുടുംബത്തിൽ നിന്ന് വരുമ്പോൾ മാന്യമായ സ്വഭാവങ്ങളായിരിക്കും ഉണ്ടാവുന്നത്. അതാണ് അൽ കാമിലൂന ഫിൽ അഖ്ലാഖ്, എല്ലാ സ്വഭാവ ഗുണങ്ങളിലും പൂർണ്ണതയുള്ള ആളുകളാവണം. അത് സർവ്വ അമ്പിയാക്കന്മാരും അങ്ങനെ തന്നെയാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മറ്റുള്ള അമ്പിയാക്കന്മാർക്കില്ലാത്ത പല പ്രത്യേകതകളുണ്ട് റസൂലുള്ളാഹിക്ക്. ആ പ്രത്യേകതയാണ് വഫറല്ലാഹു ലക മാ തഖദ്ദമ മിൻ ദംബിക. അത് എല്ലാ അമ്പിയാക്കന്മാർക്കുള്ളത്. അമ്പിയാക്കന്മാരിൽ നിന്ന് ഒരു നബിയിൽ നിന്നിട്ടും ഒരു നിലക്കും മാ തഖദ്ദം അവർ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ മരണം വരെയുള്ള കാലഘട്ടത്തിൽ ഒരു നിലക്ക് തെറ്റ് നിന്ന് ആക്ഷേപിക്കപ്പെടാൻ പറ്റതായ ഒരു സംഭവങ്ങളും അവരിൽ നിന്ന് ഉണ്ടാകാൻ പാടുള്ളതല്ല. നേരെ മറിച്ചോ അമ്പിയാക്കന്മാരെ പറ്റി ചിലത് പ്രചരിപ്പിക്കപ്പെടാം. കാരണം അവർ